എത്രത്തോളം എക്സ്പെക്ടേഷൻ? കാരണം ചിത്രയുടെ കൂടെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം എങ്ങനെ ഏത് വിജയിക്കും എന്നുള്ള പേടിയുണ്ടോ? എനിക്കങ്ങനെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ഒരു പേടിയില്ല. അതായത് സംഭവിക്കാനുള്ളത് സംഭവിക്കും, സംഭവിച്ചേ തീരും, അത് സംഭവിച്ചിരിക്കും എന്ന് ഭഗവത്ഗീതയുടെ അർത്ഥവാക്യമാണ് എൻ്റെ ഇത്. ഇപ്പോൾ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അല്ല, ചോദിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ. ഇപ്പം അമിത് തന്നെ പറഞ്ഞു, ഈ അമിത്തിൻ്റെ അതായത് ആദ്യത്തെ ഷോട്ട് തൊട്ട് ഏതാണ്ട് ലാസ്റ്റ് വരെ ഏതാണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അമിത്. പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ, റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത്. ഇതിനു മുമ്പ് ഒരിക്കലും ഒന്നിലും കാണാത്ത രീതിയിലുള്ള അഭിനയം. ഇത് കണ്ടവരൊക്കെ അയ്യോ ഇത് അമിത് എന്ത് ഇതായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. മറ്റുള്ള പലതിൽ നിന്നും അത് നമുക്കതൊരു വലിയ ഇതാണ്. കാരണം ഒരു നായകൻ, ത്രൂവായിട്ടുള്ള ഒരു നായകന്. അതുപോലെ തന്നെ ഇതിനോ ഈ മോക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അത് തെളിയിച്ചതാണ്. അതേപോലെ തന്നെ കാരണം ഇതിലും അതിനേക്കാൾ ഇത്രൂടെ എന്താ പറയുന്നത്, ഇത്രൂടെ ആഴത്തിലുള്ള റോളാണ്. പിന്നെ ഇവര് രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ മാരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ രതീഷമായാലും ജോൺകുട്ടി ആയാലും ഇപ്പം കഥയുടെ തന്നെ ഇപ്പം ആദ്യം അദ്ദേഹത്തിന് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാം എഴുതി എൻ്റെ കൊണ്ട് കേൾപ്പിച്ചു. പിന്നെ ഉത്തരവാദിത്തം എൻ്റെ മുകളിലിട്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള അതിനകത്ത് നമ്മളിപ്പോൾ രഞ്ജിൻ്റെ ഈ മ്യൂസിക്കിനെ കുറിച്ച് പ്രത്യേകത പറയേണ്ടതാണ്. അദ്ദേഹം ഈ ഇപ്പോൾ ശൈലനന്ദിനി എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുന്ന നമുക്ക് ഒരു പക്ഷേ എനിക്ക് എങ്കിലും തോന്നിയിട്ടുണ്ട് അതിശയകരം തോന്നുന്ന രീതിയിൽ അതിൻ്റെ ലിറിക്സ്. അതുപോലെ തന്നെ സന്തോഷ് ശർമ്മ സാൻസ്ക്രിറ്റിലാണ് അതായത് എഴുതിയേക്കുന്നത്. അതായത് മലയാളത്തോട് വളരെയധികം സാദൃശ്യമുള്ള സാമ്യമുള്ള അതാണ്. അത് വളരെ ഭംഗിയായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളതുപോലുള്ള ഒരു പാട്ടുണ്ട്, 2 പാട്ടുണ്ടായിരുന്നു. അതൊരു പാട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റ് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അതിനകത്ത് ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ ഈ ആറാറായാലും മറ്റുള്ള അതുപോലെ എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് അതിലേക്ക് പിന്നെ നമ്മുടെ ഈ മാറ്റി വെച്ചു എന്ന് പറയുന്നത് 2 കാരണമാണ്. ഒന്ന് വയനാട് ദുരന്തം, പിന്നെ സത്യം പറഞ്ഞാൽ ഞാനൊന്നും മറിഞ്ഞോളൂ. അതാണ് ഒരു കാര്യം. മറിഞ്ഞു വീണു. അതുകൊണ്ടിപ്പോൾ ഈ പറഞ്ഞ പോലെ മറിഞ്ഞു വീണ സമയത്ത് ആരോടും പറയാൻ അത്ര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം ഒരു നോർമൽ ആയതുകൊണ്ട് ഇപ്പോൾ പറയാനൊരു സന്തോഷമുണ്ട്. അതായിരുന്നു എൻ്റെ മെയിൻ കാര്യം. അപ്പോൾ അന്ന് പിന്നെ എന്താ പറയുന്നത്, റിലീസ് ചെയ്യരുത് എന്നെന്തോ ഒരു ഉൾവിളി എവിടെ ഒന്നും ഉണ്ടായതിൻ്റെ പേരിലായിരിക്കണം അതിങ്ങനെ സംഭവിച്ചത്. അപ്പം അതുകൊണ്ട് ഇപ്പം നിതിൻ തന്നെ പേര് ചോദിച്ചാൽ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ആശങ്കയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുവീശ്വരനല്ലോ എന്നാണ്. അതിലും ഞാൻ വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ തന്നെ പോയി കണ്ട് അതിൻ്റെ സത്യസന്ധമായി എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയല്ല, തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതാണ് എൻ്റെ ആത്മാർത്ഥമായ അപേക്ഷ.